നമുക്കിന്ന് ഈ ഒരു സുന്ദര കുട്ടപ്പനെ പവർ സ്റ്റിയറിംഗ് കൂടെ കയറ്റി മോഡേൺ വണ്ടിയാക്കി എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കിയാലോ. ഇത് ആൾട്ടോ വണ്ടിക്ക് വരുന്ന കപ്ലറാണ്. ഇതിന് കണക്ഷൻ എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഈ ബ്ലാക്ക് വരുന്ന വയർ നമ്മൾ എർത്തിങ് ചെയ്യും. ഇത് നമ്മളെ എർത്ത് കണക്ഷനാണ്. ഈ റെഡ് ആൻഡ് ബ്ലാക്ക് വരുന്ന കറക്റ്റ് പക്ക പോസിറ്റീവ് കണക്ഷൻ. നമ്മൾ ഇഗ്നീഷൻ്റെ പ്ലസ് എടുത്ത് കൊടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്ന കണക്ഷൻ സ്പീഡോ മീറ്ററിൻ്റെ പൾസാണ് ഇതിൽ കൊടുക്കേണ്ടത്. ഇത് നമ്മൾ സ്പീഡോ മീറ്ററിൻ്റെ പൾസ് ക്രിയേറ്റ് ചെയ്യും. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് RSW എന്ന് പറഞ്ഞിട്ടൊരു പിൻ ഔട്ട് ഉണ്ടാവും സ്പീഡോ മീറ്ററിൻ്റെ ബാക്കിലായിട്ട്. നമ്മളിത് റിമൂവ് ചെയ്തിട്ട് ഈ RSW എന്ന് പറഞ്ഞിട്ടുള്ള പിൻ ഔട്ടിൽ നിന്നാണ് നമ്മൾ പവർ സ്റ്റിയറിങ്ങിലേക്ക് വേണ്ട സ്പീഡോ മീറ്ററിൻ്റെ ഇലക്ട്രോണിക് സിഗ്നൽ എടുക്കുന്നത്. അത് എന്നാത്തിന് വേണ്ടിയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പൾസ് അവിടെ നിന്ന് എടുക്കുന്നത് ഇതിന് കറക്റ്റ് ഒരു സ്ലീപ്പിംഗ് മോഡ്, അതായത് ഇത്ര കിലോമീറ്ററിന് മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഈ മെക്കാനിസം ഒരു മോഡ് ചേഞ്ചിലോട്ട് പോകണം, അതായത് സ്ലീപ്പിംഗ് മോഡിലോട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഒരു പെർഫോമൻസിൽ വണ്ടി റോഡിൽ സ്റ്റെബിലിറ്റിയോടുകൂടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ആ പൾസ് എടുക്കുന്നത്. ഈ ലാസ്റ്റ് വരുന്ന കണക്ഷൻ ഇതാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ എൻജിൻ RPM ആണ്. RPM ക്രിയേറ്റർ എന്ന് പറയും. അതായത് ഇതിൻ്റെ RPM എന്നൊരു പൾസ് വന്നാൽ മാത്രമേ ഇതിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ മോഡുള്ള സ്വിച്ചിങ് ഓൺ ആവത്തുള്ളൂ. അപ്പോൾ നോർമലി ആൾട്ടോ വണ്ടികളിൽ ഫിൽറ്റർ ചെയ്ത ഒരു നല്ലൊരു പൾസ് നമുക്ക് ECM എന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഈ വണ്ടിയിൽ അങ്ങനെ ഒരു പൾസ് നമുക്ക് ഡയറക്റ്റ് കിട്ടത്തില്ല. നമുക്ക് അതിന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. അതിലൊരു ഓപ്ഷൻ വരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഗ്നീഷ്യൻ കോയിൽ ത്രൂ നമുക്ക് ഇഗ്നീഷ്യൻ കോയിലിൻ്റെ നെഗറ്റീവ് നിന്ന് ഒരു പൾസ് എടുത്തിട്ട് നമുക്കിതിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ലൈക്ക് ഈ പവർ സ്റ്റിയറിങ്ങിന് വേണ്ട ഒരു പൾസ് കണക്ക് ആക്ട് ചെയ്യും. പവർ സ്റ്റിയറിങ് നമുക്ക് വർക്ക് ചെയ്യും. പക്ഷേ അതിന് എത്ര ഡ്യൂറബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം അത് അധികം നാൾ കിടക്കത്തില്ല. ഈ മോഡ്യൂള് എപ്പോഴും കേടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ലൈക്ക് നല്ല സ്പീഡിലോട്ട് പോകുമ്പോൾ ഹൈ റേഞ്ചിലുള്ള പൾസ് ഇത് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ പൾസിനെ ഓവർകം ചെയ്യാൻ പറ്റാതെ മോഡ്യൂൾ അടിച്ചു പോകാനുള്ള പോസിബിലിറ്റി, മോഡ്യൂൾ ഫ്യൂസ് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ നമ്മളിതിൽ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാതെ എങ്ങനെയാണോ ഒരു പൾസ് ഒരു വണ്ടിയിൽ ECM ക്രിയേറ്റ് ചെയ്തത് അത് നമ്മൾ മോഡ്യൂൾ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മോഡ്യൂളിൽ നമ്മളൊരു പ്ലസും മൈനസും കൊടുക്കുമ്പോൾ അത് നമുക്ക് വേണ്ട സിഗ്നൽ പൾസ് ഇതുണ്ടാക്കി തരും ഈ മോഡ്യൂൾ നമ്മൾ ഓൾറെഡി സെൽഫായിട്ട് തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. ഇത് കണക്ക് സർക്യൂട്ട് ബോർഡ് മേടിച്ച് നമ്മുടെ ചിപ്പും മേടിച്ച് അതിൽ ചിപ്പിൽ വേണ്ട സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമുക്കിത് കറക്കാനായിട്ട് 2 പേരുടെ പവർ വേണമായിരുന്നു. ഇപ്പം നമുക്ക് ഈസി ആയിട്ട് ഒറ്റ കൈ കൊണ്ട് വേണമെങ്കിൽ ഇതിനെ മൂവ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് കേട്ടോ, നല്ലൊരു പെർഫോമൻസ് തരുന്നുണ്ട്. ഇതിപ്പോൾ ഏതൊരു കൊച്ചു കുട്ടിക്കും ഒരു ടോയ് കാർ കണക്ക് ഓടിച്ചിട്ട് നടക്കാൻ പറ്റും.